ഹായ് ചിക്കനുകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുറച്ച് സോയ വെള്ളത്തിലിടാൻ പോവുകയാണ്. അപ്പോൾ സോയ കൊണ്ടുള്ളൊരു കൂട്ടാനാണ് കേട്ടോ നമ്മളിന്ന് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സോയയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കൂടിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കൂട്ടാൻ വെക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം തന്നെ ഞാൻ സോയയൊക്കെ എടുത്ത്, കുറച്ച് സോയ കേട്ടോ, പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ച് സോയ എടുത്തിട്ട് നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ച് കുതിരാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഒന്ന് കുതിർന്ന് വരട്ടെ. അതിന് ശേഷം നമ്മൾ വേഗം തന്നെ വന്നിട്ട് എന്താ പറയുക, കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പുറത്തു കൊണ്ട് വെച്ചു. പിന്നെ നമുക്ക് രാവിലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. കുറച്ച് ബീൻസ്, അതുപോലെ ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ കൂടാണ് കേട്ടോ നമ്മളിന്ന് വെക്കുന്നത്. അപ്പോൾ ഞാനതെല്ലാം വെച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ബീൻസ്, അതുപോലെ പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു വലിയ ഉള്ളി, ഇതൊക്കെയാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു മീഡിയം സൈസ് പീസായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ കഷ്ണങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേഗം തന്നെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുക്കറെല്ലാം നന്നായി കഴുകിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കറി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ എന്താ പറയുക, ആവശ്യത്തിനുള്ള മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടച്ച് വെച്ചിട്ട് 1-2 വിസിലടുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ വേവിനനുസരിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ കിടന്നൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂണ് നമ്മുടെ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 3 ഏലക്ക, അതുപോലെ 3 ഗ്രാമ്പു, ചെറിയ 2 കഷ്ണം പട്ട, പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ പിന്നെ കുറച്ച് എന്താ പറയുക, നമ്മുടെ കശുവണ്ടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ജീരകം, സാദാ ജീരകം ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ. നല്ലപോലെ അരച്ചോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതെല്ലാം വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് മിറ്റം ഓടിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാഞ്ചു നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാനൊന്ന് വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നും നന്നായി ഉറങ്ങുന്ന കാരണം നമ്മുടെ കൂടെ മിറ്റം ഓടിക്കാനൊന്നും വന്നില്ല കേട്ടോ. ഇന്നെന്തോ പോയിട്ടില്ല, അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അവളോടൊക്കെ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ ഒന്ന് മിറ്റം ഓടിച്ചെടുക്കണം കേട്ടോ. പാലെല്ലാം കുടിച്ചതിന് ശേഷമാണ് കേട്ടോ റെസ്റ്റ് എടുക്കണം 36. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് പിന്നെ അവളെ വിളിക്കുകയാണ് കേട്ടോ, വരുന്നില്ലേ, ഉറങ്ങണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഇതുമില്ലാണ്ട് അപ്പോൾ വിളിച്ചപ്പോൾ ഒന്ന് വേഗം എണീച്ചൊന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഒന്ന് കിടന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെയും വിളിച്ചപ്പോൾ പിന്നെയും 36 കിടന്ന് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ വേഗം തന്നെ മിറ്റമൊക്കെ അടിച്ച് വന്ന് തിരിച്ച് വന്നു കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കറൊക്കെ നന്നായി തന്നെ വിസിലടിച്ച് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ വേഗം തന്നെ നമ്മൾ മിറ്റമൊക്കെ അടിച്ചിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ വന്നതിന് ശേഷം പിന്നെ നമ്മുടെ വെളിയിൽ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം അടിച്ചെടുത്ത് അതിൽ കുപ്പയെല്ലാം വാരിയതിന് ശേഷം പിന്നെ നമ്മൾ ചാക്കെല്ലാം കുടഞ്ഞ് അതേപടി തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഫസ്റ്റ് നമ്മൾ വേഗം തന്നെ നമ്മുടെ വെളിയിൽ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതിനുള്ള കാരണമുണ്ട്. അതാണ് നമ്മൾ വേഗം, നമുക്ക് സമയം കിട്ടിയപ്പോൾ വേഗം തന്നെ അതൊന്ന് ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ അതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ വേഗം വന്നിട്ട് നമ്മുടെ അപ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കർ വിസിലൊക്കെ അടിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അശ്വിൻ പാഞ്ചുവിൻ്റെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നതായിരുന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറൊക്കെ ആവി പോയി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളത് ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ സോയ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് ഞാൻ സോയ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കുക്കറിൽ വിസിലടിച്ച് കഴിഞ്ഞാൽ സോയ വെന്താകെ കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം മാത്രം നമുക്ക് സോയ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് 2 തിള തിളയ്ക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ സോയയൊക്കെ നന്നായി വെന്ത് വരും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. പിന്നെ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ സോയയൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളമെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അതുപോലെ നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പോ എരിവോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഞാൻ പച്ചമുളക് ആദ്യം ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അത് ആദ്യമേ നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ നല്ല മണം ഉണ്ടാകും നമ്മുടെ കൂട്ടാൻ. മുളകും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി തന്നെ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് കുറവായ കാരണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു, കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു, മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം ഗരം മസാലയുടെ ആവശ്യമില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ സ്പൈസസ് ഒക്കെ ചേർത്ത് അരച്ച കാരണം അധികം ഗരം മസാല വേണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഏകദേശം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ തിളച്ച പാടെ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഒന്നെടുത്തിട്ട് പുറത്ത് കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം വേഗം തന്നെ വന്നിട്ട് നമ്മുടെ ദോശക്കല്ലൊക്കെ ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയും അതുപോലെ നമ്മുടെ സോയ കുറുമയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം വേഗം തന്നെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ നമ്മൾ കുറേ വീഡിയോയിൽ കാണിച്ചു തോന്നാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ കല്ലിൽ നല്ലപോലെ തന്നെ നമ്മുടെ നല്ലെണ്ണ തേച്ച് നന്നായി തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാത്രമാണ് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ നന്നായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തേങ്ങയല്ല നന്നായി തന്നെ നമ്മുടെ നല്ലെണ്ണ ചേർത്ത് നന്നായി തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഒന്നെടുത്ത് പുറത്ത് കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ വേഗം തന്നെ ഒന്ന് കഴുകിയെടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറിയും അതുപോലെ നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പാത്രങ്ങൾ കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുള്ള പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ പിന്നെ വേഗം വന്നിട്ട് നമ്മുടെ എന്താ പറയുക കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ കുറേ പൊടിയൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ വെള്ളവും എല്ലാം കൂടെ ആകുമ്പോൾ വൃത്തികേടായിരിക്കും. അപ്പോൾ വേഗം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നമ്മൾ തുടച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡും നന്നായി തന്നെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലേ. അപ്പോൾ ഞാനും അക്ഷയും കൂടെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. നമ്മുടെ അശ്വിനും ഏട്ടനും കൂടെ മുടി വെട്ടാൻ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ശനിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അത് നമുക്ക് പൂർണ്ണമായിട്ട് ബാലൻസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താ പറഞ്ഞാൽ നമ്മുടെ സ്വന്തത്തിലൊരു മരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ നമുക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അല്ല പോകാൻ പറ്റിയില്ല എന്നല്ല, നമുക്ക് ബാലൻസ് കണ്ടിന്യൂ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അവിടെയൊക്കെ പോയി വരുമ്പോൾ നമുക്ക് കുറച്ച് നേരമായി. അപ്പോൾ പിന്നെ നമ്മൾ അതിനെടുത്തില്ല. പിന്നെ അങ്ങനെ 2-3 ദിവസം ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് 2 ദിവസം വീഡിയോ ഇടാനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാനത് ശനിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നന്ന് കുട്ടികൾക്കൊന്നും സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ രാവിലത്തെ ഇതോടുകൂടി പരിപാടി നിർത്തി കേട്ടോ. പിന്നെ അവർക്ക് ഞാൻ പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്ന കാരണം പിന്നെ വേറൊന്നും ചെയ്യാൻ നിന്നില്ല. പിന്നെ ഞാനും ഏട്ടനും കൂടെ പോയിട്ട് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വീഡിയോ എടുക്കാനും പറ്റിയില്ല, എടുത്തത് നമുക്ക് കറക്റ്റ് ചെയ്യാനും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് 2 ദിവസം വീഡിയോ ഇല്ലാണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ അശ്വിൻ മുടിയൊക്കെ വെട്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും നമ്മൾ ഉച്ചയ്ക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റിയെന്ന് വരില്ല. മാക്സിമം എല്ലാ ദിവസവും 12:15 വീഡിയോ ഇടും.